ഇന്നത്തെ റെസിപ്പി ഒരു ഓറഞ്ച് ടീ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒരു ഓറഞ്ച് മുട്ടയും ഉണ്ടെങ്കിൽ ഓവനും ബീറ്ററൊന്നും ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടീ കേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ടീ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസാക്കിയ ശേഷം നമുക്ക് തൊലിയോട് കൂടി തന്നെ അതിൻ്റെ സീഡെല്ലാം കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെറിയ അതിൻ്റെ തൊലിയുടെ പീസൊക്കെ ഉണ്ട് കേട്ടോ. പ്രശ്നമല്ല നമുക്ക്. അപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് തരിച്ചെടുക്കാം. ഈ ഒരു കേക്കിന് കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇനി വേറെ പല കാര്യങ്ങളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതാ പൊടിയൊക്കെ തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നല്ല പൊടിയായിട്ടുള്ള കേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റായിട്ടുള്ള ബാറ്റർ വേണം. അപ്പോൾ അത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ടൂട്ടി ഫ്രൂട്ടി ആകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോർ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് ബാറ്ററിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ കേക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല പൊടിയായിട്ടുള്ള കേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഓയിൽ ഗ്രീസ് ചെയ്ത പാനിലേക്ക് ബട്ടർ പേപ്പറും കൂടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആയതുകൊണ്ട് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കുമായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടും കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇനി പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുത്ത് നമുക്കൊരു 40 മുതൽ 45 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്ത ശേഷം റീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ കേക്ക് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്പാച്ചിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വിടുവിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഓറഞ്ച് ഫ്ലേവറോട് കൂടിയിട്ടുള്ള നല്ല ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ നല്ല പൊടിഞ്ഞ് പോകുന്നൊരു ടൈപ്പിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ച് ടൂട്ടി ഫ്രൂട്ടി കേക്ക്. അപ്പോൾ ആർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരു മുട്ടയും ഓറഞ്ചും ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഓവനും ബീറ്ററൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സിമ്പിളായിട്ടുള്ള ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്